തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, 2018 നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് കടന്നു നീങ്ങി 2019 ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ വർഷവും എല്ലാ സ്ഥാപനങ്ങളും അവരുടെ കണക്കുകൾ എടുക്കാറുണ്ട്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ എത്രത്തോളം അവർക്ക് വളരാനായിട്ട് സാധിച്ചു, എത്രമാത്രം നഷ്ടങ്ങൾ സംഭവിച്ചു എന്നൊക്കെ കണക്കെടുക്കുന്നുണ്ട്. മനുഷ്യജീവിതം ഇതുപോലെ വിലയിരുത്തുവാനും കണക്കെടുക്കുവാനുമുള്ള ഒരു കാലഘട്ടമാണ് ഡിസംബർ അവസാന ദിവസങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഡിസംബർ 30, 31 ആകുമ്പോൾ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 2018 കടന്നു, ഇതാ 2019 പ്രവേശിക്കുന്നു. 2018 ആരംഭത്തിൽ നമ്മളോടൊപ്പമൊക്കെ എത്രയോ മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 2018 അവസാന നാളുകളിലെത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മൾ എത്രയോ പേരുടെ കൂടെ നമ്മൾ നിന്നു, അവരോടൊപ്പമൊക്കെ ഇന്നും നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പുതിയൊരു വർഷത്തിലേക്ക് നമ്മളോടൊപ്പമൊക്കെ എത്ര പേരാണ് കൂടെയുള്ളത്? ഈ പുതിയൊരു വർഷത്തിൽ എത്ര പേർക്കൊക്കെ നമുക്ക് അനുഗ്രഹമാകാനായിട്ട് സാധിക്കും? ഇതൊക്കെ ഒന്ന് കണക്കെടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓരോ പുതിയ വർഷവും ഒരു പുതിയ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. കണക്കെടുക്കാത്ത ജീവിതമാണെങ്കിൽ, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാനായിട്ട് തയ്യാറാക്കാത്ത ജീവിതമാണെങ്കിൽ, ഒരു തിരിഞ്ഞുപോക്കിന് പുറകിലേക്കൊന്ന് കടന്നു നീങ്ങുവാനായിട്ടൊരു വ്യക്തി തയ്യാറാകാതെ ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മനുഷ്യജീവിതം വിലയിരുത്തുവാനായിട്ടുള്ള ജീവിതം കൂടിയാണ്. ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാനായിട്ടുള്ള ജീവിതമാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നതും അതൊരു വിലയിരുത്തലിൻ്റെ ഒരു നിമിഷങ്ങളാണെന്ന് കൂടി തിരിച്ചറിയണം. മനുഷ്യജീവിതത്തിലും ഇതുപോലെ ഉണ്ടാകണം. ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ലഭിച്ച ഒരു വർഷമായിരിക്കാം കടന്നു പോകുന്നത്. ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഇപ്പോഴും പൂർത്തീകരിക്കാതെ വീണ്ടും പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദിവസങ്ങളാകാം ഒരു പുതിയ വർഷമെന്ന് നമുക്ക് ചിലർക്ക് അനുഭവിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ തിരിച്ചറിയേണ്ട വലിയൊരു തിരിച്ചറിവുണ്ട്. കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടും ലഭിക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ അനുഗ്രഹിക്കുവാനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവം നമുക്കായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഉത്തരം തരാതെ കാത്തിരിക്കുന്നെന്ന് കൂടി തിരിച്ചറിയണം. സങ്കീർത്തനത്തിൽ നമ്മൾ 59-ാം സങ്കീർത്തനം 10-ാം വാക്യപ്രകാരമാണ്, എൻ്റെ ദൈവം കനിഞ്ഞെന്നെ സന്ദർശിക്കും, എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുടെ നീണ്ട അനുഭവങ്ങളാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ഈ പുതിയൊരു വർഷം എൻ്റെ പരാജയത്തിന് കാരണമായ ശത്രുക്കളെ തകർക്കുവാനായിട്ട് ദൈവം ഇടപെടുന്ന ഒരു വർഷമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. എന്താണ് ശത്രു എന്ന് നമുക്കറിയാം. ജഡത്തിൻ്റെ തിന്മകളാണ് ശത്രു. നമ്മുടെ
ഗലാത്യരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ കാണാം. കാരണം വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. പ്രിയമുള്ളവരെ, ഈ തിന്മകൾ ഈ ഒരു കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും അതുമൂലം നമ്മൾ പരാജയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, തകർന്ന അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ ശത്രുക്കളെ, ഈ പരാജയങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി ആത്മാവിൻ്റെ ഒരു നിറവുള്ള ഒരു വർഷമായിട്ട് ഈ പുതിയ വർഷം മാറ്റുവാൻ ദൈവം ഇടപെടുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ പുതിയ വർഷത്തിലേക്ക് കാലിലെടുത്ത് വയ്ക്കുമ്പോഴും ദൈവത്തോടൊപ്പം ചേർന്ന് പുതിയ പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം. പുതുവർഷത്തിൽ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ എടുക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ഗലാത്യരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ കാണാം ആത്മാവിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിൽ പ്രബലപ്പെട്ട് നിന്നത് എന്താണ്? ആത്മാവിൻ്റെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണോ, ആത്മാവിൻ്റെ ഫലങ്ങളാണോ? ആത്മാവിൻ്റെ ഫലങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കണക്കെടുപ്പിൽ അത് കുറവാണെങ്കിൽ പുതിയ വർഷത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ വർഷമാക്കി മാറ്റാൻ നമ്മൾ ദൈവത്തോട് ചേർന്ന് നല്ല നിലപാടുകൾ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം. സ്നേഹത്തിൽ വളരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ ഫലങ്ങൾ ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ നന്മകളിൽ, ഈ ഫലങ്ങളിൽ വളരുവാനായിട്ട് എനിക്ക് എത്രത്തോളം സാധിച്ചുവെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കി എത്ര ശരിയായ മാറ്റമാണോ നമ്മുടെ ജീവിതത്തിൽ നടന്നതെന്ന് തിരിച്ചറിയണം. എൽ കെ ജിക്ക് പഠിക്കുന്ന കുട്ടി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച വസ്ത്രങ്ങളും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങളുമല്ല. ഓരോ വർഷം കഴിയുമ്പോഴും ആ കുട്ടിയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ, കാരണം എൽ കെ ജിയിൽ നടന്ന അതേ ജീവിതശൈലി വളർന്നു കഴിഞ്ഞാലും അത് പാലിക്കാൻ പറ്റുകയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ വളർന്നിട്ടില്ല. ക്രിസ്തുവിൽ വളരുവാനായിട്ടുള്ള കാലഘട്ടമാണ് ഓരോ പുതിയ വർഷവും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്ന ആ അറിവും തിരിച്ചറിവുമല്ല അല്പം വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയല്ല നമ്മൾ ധരിക്കുന്നത്. കാരണം വളർന്നു കഴിയുമ്പോൾ എല്ലാ രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുവാനായിട്ടുള്ളൊരു കാലഘട്ടമാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട നിലപാട്. ആത്മാവിൽ എത്ര വളരുവാനായിട്ട് എനിക്ക് സാധിച്ചു, ദൈവവുമായുള്ള ബന്ധത്തിൽ എനിക്ക് എത്രമാത്രം വളരുവാനായിട്ട് സാധിച്ചു, പ്രാർത്ഥനയിൽ എനിക്ക് എത്രമാത്രം വളരുവാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ആ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ജീവിതം നമുക്കറിയാം. പൗലോസ്ലീഹ ആദ്യ നാളുകളിൽ ഒരു ജീവിത ശൈലിയിലൂടെ കടന്നു പോകുന്ന പൗലോസ്ലീഹ പിന്നെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ക്രിസ്തുവിൽ വളരുകയാണ്. ക്രിസ്തുവിൽ വളരുവാനായിട്ടാണ് പൗലോസ്ലീഹ ഓരോ ദിവസവും സമയവും കഴിവും ഉപയോഗിച്ചിരുന്നത്. തൻ്റെ ജീവിതത്തിലെ ഓരോ നിലപാടുകൾ എടുക്കുമ്പോഴും തന്നെ എത്രമാത്രം ക്രിസ്തുവിൽ ഇത് വളർത്തുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ ഞാൻ വളരുന്നുണ്ടോ? ഇതാണ് പ്രിയമുള്ളവരെ കണക്കെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഗലാത്യരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നില്ലേ 2-ാം അധ്യായം 20 കാരണം ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതൊരു വളർച്ചയുടെ ആ തലത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് എത്തിച്ചേരാവുന്ന ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഭൗമികമായ തിന്മകൾ എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് തിരിച്ചറിയണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, എന്തൊക്കെയാണ് ഭൗമികമായിട്ടുള്ളത്? അസന്മാർഗികത, അശുദ്ധി, മനോക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. വീണ്ടും തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 8 പറയുക, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ വേട്ടയാടിയിട്ടുണ്ടോ? അത് നമ്മൾ കണ്ടെത്തണം. കാരണം ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ പുതിയ വർഷത്തിൽ ഈ തിന്മകളെയൊക്കെ മാറ്റുവാനായിട്ട് തയ്യാറാകണം. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. അതല്ല പഴയ മനുഷ്യനായി തന്നെ നമ്മൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം തകർന്ന അവസ്ഥയിലായിരിക്കും. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്.
പ്രിയമുള്ളവരെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട നിലപാട് ക്രിസ്തുവിലായിരിക്കും ഞാൻ. പുതിയൊരു സൃഷ്ടിയാകുവാൻ ഒരുവൻ ക്രിസ്തുവിലാവുക. ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ഒരു വിശ്വാസി ഓരോ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ എത്രമാത്രം ധരിച്ചിട്ടുണ്ട് എന്ന് ആത്മപരിശോധന ചെയ്യണം. ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്? ക്രിസ്തുവിനെ പോലെ എനിക്ക് സ്നേഹിക്കുവാനായിട്ട് വിളിച്ച ജീവിതം എത്രമാത്രം ആ സ്നേഹത്തിൽ വളർന്നിട്ടുണ്ട്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുവാൻ വിളിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം ക്ഷമയിൽ വളർന്നിട്ടുണ്ട്? ക്രിസ്തുവിനെ പോലെ കരുണ കാണിക്കുവാൻ വിളിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വളരുക എന്നതാണ് ഓരോ പുതിയ വർഷത്തിലും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓരോ പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തന്നെ ക്രിസ്തുവിൽ വളരുവാനാണ്. അതല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് അർത്ഥമില്ല. ഈ ഭൂമിയിലെ ജീവിതത്തെ മറ്റു മനുഷ്യരെ പോലെ തിന്നും കുടിച്ചും ലോകത്തിൻ്റെ നേട്ടങ്ങളും വലിച്ചുവാരി വാരിക്കൂട്ടിയിട്ട് തകർന്നു പോകേണ്ടതല്ല ജീവിതം. നിത്യജീവനിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള മനുഷ്യജീവിതം ക്രിസ്തുവിൽ വളരാതെ അവന് നിത്യജീവനിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. ക്രിസ്തുവിൽ വളർന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ നിത്യജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ വീണ്ടും കൊളോസ്സാരുടെ ലേഖനത്തിലെ 3-ാം അധ്യായം 9 പറയുക, പരസ്പരം കള്ളം പറയരുത്, പഴയ മനുഷ്യൻ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. കാരണം പഴയ മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയതല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ പുതുമകൾ വരുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ പുതുമ ഉണ്ടാകണമെന്നില്ല. ജീവിതത്തിൽ പുതുമയുണ്ടാകണം. കാരണം ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം, പുതിയ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നമ്മൾ പുതിയതാകുവാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ വരണം. ഞാൻ ഇനി എന്നും പഴയ മനുഷ്യനാണ്, എൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുകയില്ല, ഞാൻ കോപിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എപ്പോഴും ഞാൻ കോപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഈ ഒരു ന്യായവാദം, ഈ മുടന്തൻ ന്യായം വെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതമല്ല. നമ്മുടെ കൂടെയൊക്കെ എത്രയോ പേര് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ദൈവത്തിൻ്റെ വിളി വന്നു കഴിഞ്ഞപ്പോൾ, ഒരു സമയം അവർക്ക് അനുവദിച്ച സമയം കഴിഞ്ഞപ്പോൾ ദൈവം അവരെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ക്രിസ്തുവിൽ വളരുവാനാണ്. അതല്ലാതെ എൻ്റെ മനോഭാവത്തിൽ എൻ്റെ ജീവിതശൈലിയിൽ ജീവിച്ച് നരകത്തിലെത്തിച്ചേരേണ്ടതല്ല മനുഷ്യജീവിതം. ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ നേടിയെടുത്ത് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ളതാണ് എൻ്റെ ജീവിതം. അതിന് ഓരോ പുതിയ വർഷവും ദൈവം നമ്മുടെ മുമ്പിൽ നൽകുന്നത് പുതിയ സൃഷ്ടിയാവുക. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു പുതുവർഷം നമുക്ക് തരുന്നത് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുവാനാണ്. കൊളോസ്സാർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പുതിയ വർഷത്തിലേക്ക് പുതിയൊരു മനുഷ്യനായിട്ട് മാറാൻ കഴിയണം. നമ്മളുമായി ഇടപെടുന്ന വ്യക്തികൾ പറയണം, പണ്ട് ക്ഷോഭിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ക്ഷോഭ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അല്പം ക്ഷമിക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന മനുഷ്യനാണ്, പറയുന്നത് കേൾക്കാനായിട്ടുള്ള ശാന്തതയുള്ള മനുഷ്യനാണ് എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തിലൊരു രൂപാന്തരീകരണം വേണം. വീണ്ടും നമ്മൾ വചനം പറയുകയാണ്, അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയൊരു വർഷത്തിൽ നമ്മൾ ആദ്യം തന്നെ നിലപാടുകൾ എടുക്കണം. കാരണം ഈ ഒരു വർഷക്കാലം എൻ്റെ ജീവിതം കരുണയുള്ള ഒരു ജീവിതമായിട്ട് മാറും. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ ചുറ്റുപാടിലുള്ള മനുഷ്യർക്ക് ഞാൻ കരുണ കൊടുക്കും, ദയ കൊടുക്കും, അവരുടെ മുമ്പിൽ വിനയത്തോടെ ജീവിക്കും, സൗമ്യതയോടെ ഇടപെടും, ക്ഷമയോടുകൂടി അവരുടെ ജീവിതങ്ങളിൽ ഞാൻ വ്യാപരിക്കും എന്നൊക്കെ നമുക്ക് സാധിക്കണം. വീണ്ടും വചനം പറയുകയാണ്, കാരണം ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. പുതിയൊരു വർഷം പുതിയൊരു സൃഷ്ടിയാവുക, ക്രിസ്തുവിനെ ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തു എങ്ങനെ ക്ഷമിച്ചു അതുപോലെ ക്ഷമിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, വർഷങ്ങളായിട്ട് അകന്ന ബന്ധങ്ങളാണെങ്കിൽ ബന്ധങ്ങൾ ഒരുമിച്ച് ചേർക്കാനായിട്ടുള്ള ഒരു പുതിയ വർഷമായിട്ട് മാറ്റണം. അതല്ലാതെ 2018 കുറേ ബന്ധങ്ങൾ തകർന്നു പോയി, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആകട്ടെ,
അല്ലെങ്കിൽ 2018 കുറേ ബന്ധങ്ങളെയൊക്കെ അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകൾ മൂലം, ചില സംശയങ്ങൾ മൂലം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത വാശി മൂലം ചില ബന്ധങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2019 ഇങ്ങനെ തന്നെ ആകട്ടെ എന്ന് ചിന്തിച്ചിരുന്നാൽ പ്രിയമുള്ളവരെ, അത് ദൈവത്തിനെതിരായിട്ട് എടുക്കുന്ന നിലപാടുകളാണ്. ദൈവത്തോട് മറുതലിക്കുന്ന സ്വഭാവത്തിന് അടിമപ്പെടുകയാണെന്ന് തിരിച്ചറിയണം. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നത് ബന്ധങ്ങൾ കൂട്ടിയിണക്കാനാണ്, ബന്ധങ്ങൾ സാഹോദര്യത്തിൽ കൊണ്ടുവരുവാനാണ്, ക്രിസ്തുവിൽ വളരുവാനാണ്. ക്രിസ്തുവിൽ വളരുവാനായിട്ട് ഓരോ പുതിയ വർഷവും ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ നിലപാടുകൾ എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും. ഏറ്റവും വലിയ പരാജയപ്പെട്ട ജീവിതമായിട്ട് മനുഷ്യ ജീവിതം തരം താഴും. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ കാണുന്നുണ്ട്. കാരണം ക്രിസ്തുവിലുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകണം. ക്രിസ്തുവിലുണ്ടായിരുന്ന മനോഭാവം, ക്രിസ്തുവിൻ്റെ മനോഭാവം ധരിക്കുവാനായിട്ട് ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. എനിക്കറിയാവുന്ന ഒരു കുടുംബം, 4 മക്കളാണ്. അവർ വളർന്നു. ഈ 4 മക്കൾ വളർന്നു. അപ്പൻ നേരത്തെ ഇവർക്ക് നഷ്ടമാകുന്നു. പക്ഷേ ഈ 4 മക്കളും നല്ല ഐക്യത്തിലായിരുന്നു, വളരെ ഐക്യത്തിൽ ജീവിച്ചിരുന്നു. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ വന്നു. അവസാനം ഈ 4 മക്കളും പരസ്പരം അകലുന്ന മനോഭാവങ്ങളിലാവുകയാണ്. പ്രിയമുള്ളവരെ, അവർ വിവാഹം കഴിച്ചു, മക്കളായി. അങ്ങനെ മക്കളുടെ മക്കളൊക്കെ ആയിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾ. അപ്പോൾ ഈ അമ്മയ്ക്ക് ആഗ്രഹം എന്താണ്? ഈ 4 മക്കൾ ഐക്യത്തിൽ കഴിയണം. പക്ഷേ അവർ ചില തെറ്റിദ്ധാരണകൾ മൂലം അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഒരു വർഷം തീരാറാകുന്ന അവസരത്തിൽ അവരുടെ ജീവിതത്തെ പരിശോധിക്കാൻ തുടങ്ങി. കാരണം ഇത് ഇങ്ങനെ പോയാൽ ശരിയല്ല. വചനത്തിന് അടിസ്ഥാനമായി അവരെത്രത്തോളം ക്രിസ്തുവിൽ വളർന്നിട്ടുണ്ട്, ദൈവം തന്ന ബന്ധങ്ങൾ എത്രമാത്രം വളർത്തിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ധ്യാനിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, അതിൽ മൂത്ത ഒരു സഹോദരി അവരൊരു നിലപാടെടുക്കാൻ തയ്യാറായി. കാരണം ക്ഷമിക്കാനായിട്ട് തയ്യാറായി. അവർക്ക് ഒത്തിരി വിഷമങ്ങൾ മറ്റുള്ളവർ നൽകിയിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ക്ഷമിച്ച് ഐക്യത്തിലാകണമെന്നുള്ള ആഗ്രഹത്തോടെ പുതിയൊരു വർഷത്തിൽ കയറുമ്പോൾ അവർ ഐക്യത്തിൽ വരണം. അകന്നു കിടക്കുന്ന ബന്ധങ്ങൾ ഐക്യത്തിലാകണം. അങ്ങനെ ഈ കുടുംബം മുഴുവനും ഐക്യത്തിലാവുകയാണ്. അത്ഭുതകരമായ രീതിയിൽ ഈ 4 പേര് ഒരുമിച്ച് കൂടി. ഈ 4 മക്കളും ഒരുമിച്ച് അവരുടെ മക്കളും എല്ലാം സാഹോദര്യത്തിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലായാൽ ഇതൊക്കെ സംഭവിക്കും. ക്രിസ്തുവിനെ ധരിച്ചാൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് സാഹോദര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, നന്മയുടെ അനുഭവങ്ങൾ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. പുതിയ വർഷങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പേരിൽ പലരും അകന്നു പോയിട്ടുണ്ടാകാം. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു പുതിയ വർഷമാണ് ദൈവം നമുക്ക് നൽകിയ 2019 നമ്മൾ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഈ കഴിഞ്ഞ വർഷക്കാലങ്ങളിലൊക്കെ എത്ര പേരെ ഐക്യത്തിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അകന്നു കഴിഞ്ഞ ബന്ധങ്ങൾ, തെറ്റിദ്ധാരണകളുടെ ബന്ധങ്ങൾ, അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടുവാൻ എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സംസാരവും എത്രമാത്രം സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതല്ലാതെ എൻ്റെ സംസാരവും എൻ്റെ തെറ്റായ നിലപാടുകൾ മൂലം മറ്റുള്ളവരുടെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാകാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്ന ഒരു വർഷമായിട്ട് മാറണം. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം ചിലരുടെയൊക്കെ വ്യക്തിബന്ധങ്ങൾ ഐക്യം തകരുവാനായിട്ടിടയായത്. അത് തിരുത്തുവാനായിട്ടുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരികയാണ്, ഒരു പുതിയ വർഷം നമുക്ക് നൽകിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ വർഷത്തെ വളരെ ഗൗരവമായി എടുക്കാൻ കഴിയണം. എപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. വീണ്ടും ഒരു പുതിയ വർഷം വീണ്ടും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടിയ പുതിയ വർഷത്തെ കൂടുതൽ കൃപ കൊണ്ട് നിറച്ച് ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്തുവിൽ വളരുവാനും ഇടയായാൽ മുന്നോട്ടുള്ള ജീവിതം ഐശ്വര്യപൂർണ്ണമായിട്ട് മാറും. സ്നേഹത്തിൽ എത്രമാത്രം ഞാൻ വളർന്നിട്ടുണ്ട് കണക്കെടുക്കണം നമ്മൾ. എൻ്റെ സ്നേഹബന്ധങ്ങളിൽ എനിക്ക് എത്രമാത്രം വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധിയിൽ ഞാൻ എത്രമാത്രം വളർന്നിട്ടുണ്ട്. ചില തഴക്കദോഷങ്ങളെ കീഴ്പ്പെടുത്തുവാനും ഉപേക്ഷിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പുതിയ വർഷം അതിനുള്ള ഒരു കാലഘട്ടമായിട്ട് മാറ്റണം. പ്രാർത്ഥനയിൽ ഞാൻ എത്രമാത്രം വളർന്നിട്ടുണ്ട്. ഇപ്പോഴും പഴയ മനുഷ്യനായിട്ടാണോ? പഴയ പ്രാർത്ഥനയിൽ തന്നെ, അല്ലെങ്കിൽ വളരാത്ത ഒരു പ്രാർത്ഥനാ ജീവിതമാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാർത്ഥന കുറഞ്ഞ ഒരവസ്ഥയിൽ ഞാൻ തകർന്നു പോയിട്ടുണ്ടോ? ഇപ്പോൾ പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതമാണോ? എങ്കിൽ പുതിയ വർഷം പ്രാർത്ഥനയിൽ വളരുന്ന ഒരു വർഷമായിട്ട് നമ്മൾ മാറ്റണം. മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരുവാനായിട്ടുള്ള ഒരു വർഷമായിട്ട് പുതിയൊരു വർഷത്തെ കാണാനായിട്ട് സാധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ വെറുതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഓടി നടന്ന് എല്ലാ സ്ഥലങ്ങളിലും ഓടി നടക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയിൽ വളർന്നിട്ടില്ല.
നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അനുഭവത്തിൽ വളരാനായിട്ട് കഴിയണം. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഞാനൊരു ഭവന സന്ദർശനത്തിനായിട്ട് പോയി. ഭവന സന്ദർശനത്തിന് പോയി വീട് വെഞ്ചരിപ്പിന് പോയപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഒരു വലിയൊരു ബൈബിൾ ഇരിക്കുക. സാധാരണ കാണുന്നതിനേക്കാളുള്ള ബൈൻഡിട്ടുള്ള ഒരു ബൈബിള്. ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, ഈ ബൈബിൾ എന്താണ് പ്രത്യേകത? പ്രിയമുള്ളവരെ, പെട്ടെന്ന് ആ സഹോദരി പറയുകയാണ്, അച്ഛാ, ഞാൻ എഴുതി തീർത്തതാണ്, ഞാൻ എഴുതിയ ബൈബിളാണ്, ഞാൻ തന്നെ എഴുതിയതാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സമ്പൂർണ്ണ ബൈബിള് ഈ സഹോദരി മനോഹരമായിട്ട് എഴുതി അത് ബൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ സമ്പൂർണ്ണ ബൈബിൾ ആ ഭവനത്തിൽ ഇരിക്കുകയാണ്. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം! അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർഷമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ദൈവവചനത്തെ പൂർണ്ണമായും എഴുതുവാനും വായിക്കുവാനും സാധിച്ച ഒരു വർഷം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഓരോ വർഷം തന്നിട്ട് നമുക്ക് വചനം പൂർണ്ണമായി വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? വചനം എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഈ സഹോദരി അവർ പറയുകയാണ്, അച്ഛാ, ഓരോ ദിവസവും ഒരു 2 മണിക്കൂർ എഴുതാനായിട്ട് ഞാൻ ഉപയോഗിച്ചു. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഈ സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർക്കുവാനായിട്ട് എനിക്ക് സാധിച്ചുവെന്ന് അവർ പറയുകയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പ്രിയമുള്ളവരെ, പുതിയ വർഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വർഷമാക്കി മാറ്റുവാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പണം ചെയ്യണം. അതല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ മാത്രം ഊറ്റം കൊള്ളുന്നവരാകാതിരിക്കുക. ഭൗതിക നേട്ടങ്ങളെക്കാൾ ആത്മീയ തലത്തിൽ ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ധ്യാനിക്കണം. പഴയ വർഷത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയ വർഷം അത് മാറ്റിയെടുക്കുന്ന ഒരു വർഷമാക്കി മാറ്റാൻ ദൈവത്തോട് ചേർന്ന് നടക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക, ക്രിസ്തുവിനെ ധരിക്കുക. ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഒരു വർഷക്കാലം നിന്നോടൊപ്പം യാത്ര ചെയ്ത ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും എത്രമാത്രം വളർന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുറവുകളെ തിരുത്തിക്കൊണ്ട് പുതിയൊരു വർഷക്കാലം ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ, അകന്നുപോയ ബന്ധങ്ങൾ, തെറ്റിദ്ധാരണയുടെ പേരിൽ കലഹിച്ച് അകന്നുപോയ ബന്ധങ്ങൾ അത് കൂട്ടിയിണക്കുവാനുള്ള ഒരു വർഷമായി ഞങ്ങളുടെ പുതിയ വർഷത്തെ രൂപാന്തരപ്പെടുത്തണമേ. കൂടുതൽ പ്രാർത്ഥനയിൽ വളർന്ന് മറ്റുള്ളവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാൻ, അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിസ്വാർത്ഥതയുടെ ജീവിതങ്ങളാക്കി മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.